1200 അടി ഉയരം, 200 സ്റ്റെപ്പ് കഴിഞ്ഞാൽ പാറയുടെ മുകളിൽ നടന്നു വേണം പോകാൻ. അത്രയ്ക്കും ത്രില്ലിങ്ങും അഡ്വഞ്ചറും ആയിരിക്കും. ആ കാലഘട്ടങ്ങളിൽ സിദ്ധർ കല്ലിൽ എഴുതി വെച്ച പല മിറാക്കിൾസും ഇന്ന് എൻ്റെ ചാനൽ മുഖാന്തരം എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോവുകയാണ്. പോകാം. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മധുരയിലെ സിദ്ധർ മല എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ്. ഇവിടെ 1500 ഫീറ്റ് മലമുകളിലുള്ള ശിവൻ്റെ ഒരു അമ്പലവും അതിന് തൊട്ട് താഴെ ഏതാണ്ട് 2000 വർഷം പഴക്കമുള്ള ഒരു ഗുഹയും ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അതേപോലെ ഈ ഒരു 2000 വർഷ കാലഘട്ടങ്ങളിൽ ഇവിടെ സന്യാസിമാരുകൾ വന്ന് തപം ചെയ്തതായും ഇവിടെ അറിയപ്പെടുന്നുണ്ട്. അതോടൊപ്പം അവർ ഇവിടെ വന്നു പോയതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നതാണ്. കറക്റ്റ് മധുരയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരുന്നെങ്കിൽ ഏകദേശം ഒരു 10-15 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ ബൈക്കിൽ വരാവുന്ന കേസാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ലൊക്കേഷൻ നമ്മളൊരു സിദ്ധർ മല എന്ന് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു പേര് വരും. നിങ്ങൾക്ക് അങ്ങനെയും വരാം. അതേപോലെ ബസ്സിലും ഇവിടെ അലൗഡാണ്, ബസ് അലൗഡ് ഉണ്ട്. പക്ഷേ നമുക്ക് അതിൻ്റെ റൂട്ട് മാപ്പൊന്നും അറിയത്തില്ല, അതുകൊണ്ട് ക്ഷമിക്കണം. അപ്പം ഞാൻ വരുന്നത് തന്നെ ഫസ്റ്റ് ടൈമാണ്. ലൊക്കേഷൻ നോക്കി ഡയറക്റ്റ് ഈ ഒരു മാർക്കിങ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം അവിടുന്ന് നമ്മളൊരു മലയുടെ മുകളിൽ കയറുമ്പം ആദ്യമേ ഒരു 10-200 സ്റ്റെപ്സ് ഉണ്ടാകുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ കാണുന്ന പാറയാണ് കേട്ടോ ഫുള്ളും. അപ്പം വഴി മാറി പോകാതിരിക്കാൻ വേണ്ടി ആ പോയിൻറ്റിൻ്റെ അടുത്ത് ഒരു ലാൻഡ് മാർക്കും കാര്യങ്ങളും അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് വേണം നിങ്ങൾ അങ്ങോട്ട് പോകാൻ തന്നെ. അതേപോലെ നിങ്ങൾ വരുന്നൊരു എക്സ്ട്രാ കയ്യിൽ വെള്ളമോ കാര്യങ്ങളെല്ലാം കൈ കരുതി വെക്കുക. അപ്പം ബാഗ് ഉണ്ടെങ്കിൽ അത്ര നല്ലതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അപ്പം കുരങ്ങിൻ്റെ ശല്യമുണ്ട്. അപ്പം സൂക്ഷിച്ച് വരിക. അപ്പം നമ്മുടെ ഒരു ചാനലിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ട് വേണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മലയുടെ മുകളിൽ നമ്മൾ അത്യാവശ്യം നടന്ന് തന്നെ പോകട്ടോ. അപ്പോൾ ട്രക്കിംഗ് ഒക്കെ ചെയ്തവർക്കൊക്കെ ആണെങ്കിൽ സംഭവം സൂപ്പറായിരിക്കും, കുറച്ചുകൂടി അഡ്വഞ്ചർ ആയിരിക്കും എന്നുള്ളത് കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ്. അതുപോലെ ഇതിന് ഓപ്പോസിറ്റ്, അതായത് ഇപ്പോൾ നമ്മൾ ഈ കയറുന്നതിന് നേരെ ഓപ്പോസിറ്റ് സ്റ്റെപ്സ് മാത്രമുള്ള വഴിയുണ്ട്. ഞാൻ ബേസിക്കലി പറഞ്ഞാൽ അതാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ നേരെ വന്നത് ഈ ഒരു ഭാഗത്താണ്. അതുകൊണ്ട് നമ്മൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല. അപ്പം നേരെ ഇവിടുന്ന് ഏകദേശം ഞാൻ കയറിയപ്പോൾ തന്നെ ഇച്ചിരി ടൈം എടുത്താണ് കയറി കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രക്കിംഗ് ഒക്കെ ചെയ്യുന്നത് തന്നെ. അപ്പോൾ റെസ്റ്റ് എടുത്ത് ഒക്കെയാണ് ഞാനും പോയത്. അപ്പം പോകുന്നിടത്ത് അത്യാവശ്യം ആ തന്നേക്കുന്ന ലാൻഡ് മാർക്ക് നോക്കി വേണം നിങ്ങൾ അങ്ങോട്ട് പോകാൻ. ഓരോ പാറകളിലും ലാൻഡ് മാർക്ക് വെച്ചിട്ടുണ്ട്. ആ ലാൻഡ് മാർക്ക് നോക്കി പോകണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എളുപ്പത്തിൽ ട്രക്കിംഗ് ചെയ്തിറക്കുകയാണെങ്കിൽ അത്യാവശ്യം പെട്ടെന്ന് പോകാം. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ റെസ്റ്റ് എടുത്തൊക്കെ പോകാം കേട്ടോ, കുഴപ്പമില്ല. ഇവിടെ ഈ ഒരു മിഡൊക്കെ വരുമ്പോഴത്തേക്ക്, അതായത് മലയുടെ ഏതാണ്ട് ഇച്ചിരി ഒരു കുറച്ച് വീട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ആ ഒരു അനക്കവുമില്ല. അതിനകത്തുനിന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ ഈ ബേഡ്സ് ഉണ്ടല്ലോ, ബേഡ്സിൻ്റെ ഒരു നല്ല കിടില സൗണ്ടാണ് അതിനകത്ത്. അതേപോലെ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ചെണ്ടമേളം കാര്യങ്ങളൊക്കെ അതിനകത്ത് കേൾക്കുന്നുണ്ട്. പാറയുടെ മുകളിലൊക്കെ നടന്നു വന്ന് പിന്നെ നിങ്ങൾ അടുത്ത വരുമ്പോൾ ഒരു ലാൻഡ് മാർക്കുണ്ട്. അവിടെ നിന്ന് വീണ്ടും ലെഫ്റ്റ് തിരിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ പാറയ്ക്കകത്ത് തന്നെ നമ്മൾ ഉളിയൊക്കെ വെച്ച് കൊത്തി സ്റ്റെപ്സ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനകത്ത് കൂടി നടക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അതിൻ്റോടൊപ്പം നമുക്ക് കൈവരി പാതയുണ്ട്, അതേയും കൂടി പിടിച്ച് കയറാൻ കുറച്ചുകൂടി എളുപ്പമാണ്. നമ്മൾ ഏകദേശം ഒരു മലയുടെ മേളിൽ വന്ന് നിൽക്കുന്നുണ്ട്. നല്ലപോലെ വെയിലടിക്കാം. അപ്പം അത്യാവശ്യം തൊപ്പിയും അതേപോലെ വെള്ളവും കൈ കൊണ്ടുവരാൻ ശ്രമിക്കുക. നമ്മളിപ്പോൾ ഫുള്ളും കയറിയിട്ടില്ല, അതിൻ്റെ ഒരു മേള് വരെ നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് നിങ്ങൾക്കിപ്പോൾ ഈ കാണിക്കുന്നത്.
അപ്പോൾ നമ്മൾ ഈ വീഡിയോ അത്യാവശ്യം നല്ലൊരു ലെങ്തി ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയറുന്ന മുതൽ മേളി എത്തുന്ന വരെ ഒരു നല്ലൊരു ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് ഭാഗത്ത് വേണമെങ്കിലും നമ്മൾ വീഡിയോ കവർ ചെയ്യാം. നമ്മുടെ ഒരു ചാനലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളെ വീഡിയോ കാണുമ്പോഴത്തേക്കും മറക്കാതെ ലൈക്കും കമൻറ്റും കൂടി ചെയ്യുക. എന്തെങ്കിലും നമ്മൾ വിട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റായി തന്നെ രേഖപ്പെടുത്താം. ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ തന്നെ. യാരന്മാർക്കനുസരിച്ച് പോവുക. 1200 ഫീറ്റ് ഉണ്ടെന്നാണ്. 1000 സംതിങ് ഫീറ്റ് ഉണ്ടെന്നാണ് കറക്റ്റായിട്ട് പറയുന്നത്. നമ്മളിപ്പം കയറി പോകുന്ന കണക്ക് തിരിച്ച് ഇതേ സിമ്പിൾസ് നോക്കി വേണം ഇറങ്ങാൻ. അതുപോലെ ഇതിന് ഓപ്പോസിറ്റ് സ്റ്റെപ്സ് ഉണ്ട്. ഞാൻ അതാണ് പ്ലാൻ ചെയ്ത് വന്നത്. അപ്പോൾ ഈ ഒറ്റയ്ക്ക് വരാണെങ്കിലും ചെറിയൊരു ഇതുണ്ട് കേട്ടോ, ചെറിയൊരു പേടിയുണ്ട്. അപ്പം ഇതിപ്പം വെയിലിൻ്റെ ഓപ്പോസിറ്റൊക്കെയാണ് പിടിച്ചിരിക്കുന്നത്. ഫുള്ളും ബ്ലാങ്ക് ആയിരിക്കും, അല്ല ബ്ലാക്ക് ഇതണൊക്കെ ആയിരിക്കും. ക്ലിയറായിട്ട് കാണണമെന്നില്ല. നമ്മളിപ്പം കറക്റ്റ് 1500 ഫീറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. 1500 ഫീറ്റ് അതിന് മേളിൽ കടന്നിട്ടാണ് നമ്മൾ പോയിട്ട് ടോപ്പിൽ നിൽക്കുന്നത്. അപ്പം കുറച്ചൊരു ട്രക്കിങ് അഡ്വഞ്ചർ കാണുന്നുള്ളവർക്ക് നമുക്ക് ഈ പാറപ്പുറത്തൂടി കയറി വരാം. അല്ലാത്തപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു സ്റ്റെപ്സ് ഇട്ട ഒരു വഴിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും കയറി വരാം കേട്ടോ. അപ്പം എന്തൊക്കെ അനങ്ങുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു കല്ലെടുത്തിട്ട് പോകാം. ഇവിടെ ഒരു സിമ്പിളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും വരുമ്പം തന്നെ കുപ്പി വെള്ളം കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏറ്റവും മേളിൽ കാണുന്നതാണ്. കാണാനായിട്ട് ഉദ്ദേശിച്ച വർഷങ്ങൾക്ക് ഏതാണ്ട് പഴക്കമുണ്ട് ഈ ഒരു ഗുഹയ്ക്ക്. അതുപോലെ ശിവൻ്റെ ഒരു ഞാൻ കയറി കറക്റ്റ് നമ്മളിപ്പോൾ അതിൻ്റെ ടോപ്പിൽ വന്നേട്ടാ. ഇതാണ് ആ ഒരു ഗുഹ. കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ എളുപ്പത്തിന് പറയാം. ഇപ്പോൾ തമിഴിൽ അപരർകൾ എന്നാണ് പറയുന്നത് തമിഴിൽ. അതിന് നമ്മൾ മലയാളത്തിൽ വെച്ച് പറയുകയാണെങ്കിൽ ദേവന്മാർ, ഇല്ലെങ്കിൽ സന്യാസി, ഇല്ലെങ്കിൽ സിദ്ധർ എന്നാണെങ്കിലും പറയാം. എത്ര വർഷം ഇവിടുന്ന് ഇവിടെയുള്ള, അതായത് ഈ ഭാഗത്തുള്ള കുറച്ച് ആൾക്കാർക്കൊക്കെ മരുന്നുകളും കാര്യങ്ങളെല്ലാം റെഡിയാക്കി കൊടുക്കുകയായിരുന്നു. അപ്പം ഇവിടെ 1-2 സിദ്ധന്മാരെന്നല്ല, അതിൽ കൂടുതൽ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അതേപോലെ അവിടെ നല്ലപോലെ അണയ്ക്കുന്നുണ്ട്. എല്ലാവരും ക്ഷമിക്കുക. അവിടെ ഇതാണ് ആ ഒരു ഗുഹ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഇവർ ഇവിടെ തന്നെ ഏതാണ്ട് വർഷങ്ങളോളം ഇവിടെ തപം ചെയ്യുകയും ഇവിടുന്ന് ശിവൻ്റെ ഒരു ആജ്ഞ അനുസരിച്ച് അടുത്തൊരു സ്ഥലത്തോട്ട് പോവുകയും എന്നുള്ളൊരു വിശ്വാസമാണ് എപ്പോഴും പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് ഒറ്റയ്ക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എനിക്കിത് ഫുള്ള് എടുക്കാൻ പറ്റുമെന്നുള്ള അറിയത്തില്ല. ഞാൻ എല്ലാം തൊപ്പിയൊക്കെ ആയിട്ടാണ് സെറ്റപ്പ് ചെയ്താണ് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ നല്ല വെയിലാണ്. ഒറ്റയ്ക്കാണ് വന്നെടുക്കുന്നത്. ഒരു ടാസ്കും ഉണ്ട്. നമ്മളിപ്പോൾ കറക്റ്റ് ഒരു 1500 ഫീറ്റാണ് കേട്ടോ. കറക്റ്റ് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ ഈ ഗുഹയ്ക്ക് അടിയിലുള്ള കാര്യങ്ങളാണ് കാണിച്ചു തരാം. അതുപോലെ ഇവിടെ വവ്വാലിൻ്റെ ഒരു ശല്യം ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ഗുഹയ്ക്കകത്ത് നമ്മൾ എന്തെങ്കിലും
അകത്ത് കയറുന്നില്ല. അകത്തെന്തെങ്കിലും നമ്മളിപ്പം കയറുന്നില്ല. ഗ്യാപ്പ് ഉണ്ടോ? അതുപോലെ ഇവിടെ വർഷങ്ങൾക്ക് ശേഷമുള്ള നമ്മുടെ ശിവൻ്റെ ഒരു പ്രതിമ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അതും കാണിച്ചു തരാം. ഇപ്പോൾ ഓരോരുത്തർ വന്നിട്ട് ഈ വവ്വാലിൻ്റെ ആണോ കിളിയുടെ ആണെന്ന് അറിയത്തില്ല കേട്ടോ സൗണ്ട്. ഇതിപ്പോൾ മേളി വരുമ്പോൾ ഒരു വ്യൂ ഉണ്ടോ, വേറെ ലെവൽ സത്യം പറഞ്ഞ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇവിടെ ഓൾറെഡി നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ കവർ ചെയ്യുന്നത് തന്നെ. അപ്പോൾ എനിക്ക് അറിയാവുന്ന രീതിയിലുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഇതിന് മുമ്പേ 2000 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ സന്യാസിമാർ ഇവിടെ തപം ചെയ്തതായും അവർക്ക് അതിൻ്റെതായിട്ടുള്ള മരുന്നും കാര്യങ്ങളും എല്ലാം അവിടെ ചെയ്തും ഇവിടെയുള്ള ജനങ്ങൾക്ക് കൊടുക്കുമായിരുന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ കറക്റ്റ് അതിൻ്റെ മേളിൽ വന്നിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ ഇവർക്ക് എന്ന് പറയുമ്പോൾ സന്യാസികൾക്ക് ഓരോരുത്തർക്കും ഓരോരോ ബെഡ് പോലെ നമ്മളെ ഉളിയുണ്ടല്ലോ, ഉളിയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഒരു മെത്ത പോലെ ഒരു സാധനമാണ്. നിങ്ങൾക്ക് ഇപ്പം കയറി വരുമ്പോഴത്തെ ഇവിടെ ഒരു ആരാമർക്കണ്ട, എത്രയോ വരള ഹിസ്റ്ററി ഇതിനകത്ത് ഒത്തിരി ഉണ്ട് പറയാൻ. അതുണ്ടോ, ആ കാണുന്നതാണ് ഗുഹ. അപ്പോൾ ഇവിടെ നമ്മളെ ഈ മധുരയുടെ ഒരു പേര് ഇവിടെ വരുന്നുണ്ട്. ആണ്ടേ കാണിച്ചത്. എനിക്ക് ഈ തമിഴൊന്നും വായിക്കാൻ അറിയത്തില്ല കേട്ടോ. തമിഴിൻ്റെ 2000 വർഷത്തിന് ശേഷമുള്ള ലാംഗ്വേജാണ് തമിഴിൻ്റെ. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കൊട്ടുമേളൊക്കെ ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് സൗണ്ട് കേൾക്കും തോന്നുന്നു. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന 1 2 3 4 അവിടെ 4 6 7 8 5 4 9 പേർക്കുള്ള ബെഡാണ് ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ സെൻറ്ററിൽ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത് തന്നെ ഓരോരുത്തരുടെയും പേര് സഹിതം, അതായത് 2000 വർഷം ശേഷമുള്ള പഴക്കമുള്ള ഒരു തമിഴ് ലാംഗ്വേജിലാണ് ഇവരിപ്പം കൊത്തി ചെയ്തിരിക്കുന്നത്. അതിനകത്ത് തന്നെ ഒത്തിരി പേരൊന്ന് ഓരോരോ പേരും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ ഒറ്റയ്ക്ക് വരും നല്ലൊരു ത്രില്ലിംഗ് ആണ്. അതുപോലെ ഇവിടെ ഒരാൾ വന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ താഴെ വന്നപ്പോഴത്തേക്കും ഒരു ആളവിടെ ചൂല് ക്ലീൻ ചെയ്തിട്ട് ചൂലവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഉണ്ട് ഇവിടെയും കണ്ടോ, അവിടെ ചൂലിരിക്കുന്നുണ്ടോ, അവിടെയും തൂത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ മേളിൽ അവരുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവരുടെ എൻ്റെ ഒരു ഡീറ്റെയിൽസ് ഹിസ്റ്ററി ഫുൾ നമുക്കൊന്ന് ചോദിച്ചറിയാമായിരുന്നു. ഇതുണ്ടോ, അപ്പോൾ ഏറ്റവും മേളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഇവിടെ ഒരു അതേപോലെ ഇതാണ് കേട്ടോ, നമ്മൾ ഈ കൊത്തുകല്ല്, നമ്മൾ ഈ മരുന്നൊക്കെ വെച്ച് ഒരു അടിക്കുന്നതിനുള്ള സാധനമാണിത്. കണ്ടോ, കറക്റ്റ് ഒരു ആംഗിളിൽ തന്നെ ഉണ്ടോ. അപ്പോൾ ഇതിൽ നിന്ന് അരച്ചിട്ടാണ് ഈ ഇവിടുത്തുള്ള സന്യാസി ഗുരുക്കന്മാർ വരുന്ന ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അതുമൂലം അവർ മറ്റുള്ള ജനങ്ങൾക്ക് നല്ല വിധത്തിൽ മരുന്നുകൾ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അതായത് എത്ര വലിയ രോഗമായാലും ശരി, ഇവരെ സന്യാസികളെ അവർക്ക് അതിൻ്റേതായ പല സൂപ്പർ നാച്ചുറൽ പവേഴ്സും അവർക്ക് കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവൻ്റെ ഒരു അനുഗ്രഹം കിട്ടിയത് കൊണ്ടാണ് അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആഴ്ച 2 ആഴ്ച കണക്കൊന്നുമല്ല, എത്രയോ വർഷങ്ങൾ തപം ചെയ്തതാണ്. അതായത് ഇപ്പം 200 വർഷം 500 വർഷം വരെയൊക്കെ ഇരുന്ന് 500 വർഷമൊക്കെ ഇവർ ജീവിച്ചിരുന്നിട്ടും ഇപ്പോഴും ഈ ഒരു ഭാഗങ്ങളെ ഇവർ കാണുന്നുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഇവിടെ ഒരു ശിവൻ്റെ സ്റ്റാച്ചു ഇതുണ്ടായിരുന്നു, ശിവലിംഗം ഇപ്പോൾ അവിടെ ഇല്ല. ഇപ്പം മേളി ഒരു ക്ഷേത്രമുണ്ട് ശിവൻ്റെ തന്നെയാണ്. ഇതുണ്ടോ, ഇവരിപ്പം ഇവിടെ മൊത്തം ഇപ്പോൾ വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ 2 ദിവസം മുമ്പ് ചെയ്തതായിരിക്കാം, പക്ഷെ ഞാൻ വന്നപ്പോൾ ആരെയും കണ്ടില്ല. അതേപോലെ ഇതിനകത്താണ് ഒരു ഗുഹയുള്ളത്.
ഗുഹയിലാണ് ഈ സന്യാസിമാർ വന്ന് തപം ചെയ്യുന്ന ഒരു സ്ഥലം. ഞാൻ എന്തെങ്കിലും കൂടുതൽ അകത്തോട്ട് പോകുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വവ്വാലിൻ്റെ ഒരു ഇതൊക്കെ കൂടുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് സേഫ്റ്റി ഒന്നും ഇല്ലാതെ നമ്മൾ അകത്തോട്ട് കയറുന്നില്ല. അപ്പം വരുന്നവർ ശ്രദ്ധിക്കുന്നുറങ്ങും. നിങ്ങൾ അഥവാ അങ്ങോട്ട് കയറണമെന്നുണ്ടെങ്കിൽ മാസ്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അകത്തോട്ട് പ്രവേശിക്കാൻ നോക്കാം. നമുക്ക് ഈ കിടക്കുന്നുണ്ടോ, ഈ ഒരു ബെഡ് വിരിച്ചേക്കുന്നുണ്ടോ, നമുക്കിവിടെ വരെ പോവാം. പക്ഷെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. അപ്പം ഇത്ര അടി ഈ ഒരു ഗുഹ ഇവർ അറിഞ്ഞത് തന്നെ ഇത്ര വലിയ പുരാണങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തെങ്കിലും ഉള്ളിലോട്ട് കയറുന്നില്ല. കറക്റ്റ് ഇതിപ്പം 2000 വർഷമാണ് ഈ ഒരു മലയ്ക്ക് പഴക്കമുള്ളത്. ഏതാണ്ട് ഈ ഒരു സിദ്ധർമല എന്നാണ് ഇതിന് പേര് വരുന്നത്. ഇതിന് പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് മൊത്തം സന്യാസിമാരാണ് വന്ന് നിന്ന് തന്നെ, അതായത് തപം ചെയ്യാനും അതുപോലെ അഗസ്ത്യർ, അങ്ങനെ ഒത്തിരി അഗസ്ത്യറുണ്ടല്ലോ, അഗസ്ത്യർ അതുപോലെ ബോഗർ, അങ്ങനെ ഒത്തിരി സിദ്ധർമാരുണ്ട്. അപ്പോൾ 18 സിദ്ധർമാരിൽ 3 സിദ്ധർ ഇവിടെ വന്നിട്ട് തപം ചെയ്തിട്ട് പോകുന്നതാണ് പറയുന്നത്. അഗസ്ത്യറും ബോഗറും പിന്നെ ഒരു അഗസ്ത്യനോടും ഉണ്ട്. അപ്പം അവരിവിടെ വന്ന് തപം ചെയ്ത് പോയിട്ടുണ്ടെന്നുള്ളൊരു മെനു. നമുക്ക് അകത്തോട്ട് കയറുമ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഇവർ ഈ മരുന്നുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു ഡെമോ പിക്ചർ പോലെ അവിടെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ 2000 വർഷങ്ങൾക്ക് ശേഷമുള്ള തമിഴ് ലാംഗ്വേജ് അവർ ഒത്തുപോലെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതും ഒരു എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുമ്പോൾ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു അത്ഭുതമുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതിനെ മാക്സിമം എന്താ വെച്ചാൽ ഓരോരുത്തർ ഈ കൊത്തി എഴുതി ആ പേരിൻ്റെ അടുത്ത് തന്നെ അവരുടെ പേര് വന്നിട്ട് എഴുതിയൊക്കെ വെക്കുകയാണ്. അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഈ ഒരു സ്ഥലം ഇനിയും ഇതുപോലെ ഒത്തിരി ആൾക്കാർ അറിയണം. അപ്പോൾ ഇത് ഈ ഒരു മല മാത്രമല്ല കേട്ടോ, ഈ ഒരു തമിഴ്നാട്ടിൽ ഏത് ഭാഗത്തുണ്ടായാലും ഫുള്ള് മലയാണ്. അതേപോലെ ഈ ഒരു ഗുഹ മാത്രമായിരിക്കത്തില്ല ഇതിനകത്തുള്ളത്, ഇനിയും ഗുഹകൾ കാണാം. അപ്പം ഇവിടെ ഒരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു, അതും നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പം ഇപ്പോൾ ഇതിനകത്ത് നിന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കണ്ട ഇതിലൊക്കെയാണ് മരുന്ന് കാര്യങ്ങളൊക്കെ അരച്ചിട്ട് ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം ഇതിനകത്ത് തന്നെയാണ്. അപ്പോൾ വളരെ എക്സൈറ്റഡ് ആണ്. ഞാൻ ഫസ്റ്റ് ടൈം വന്നാണ് ഇങ്ങനൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എത്തിക്സ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മളിങ്ങനെ എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ചെറിയ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരും. എന്നാലും നമ്മൾ ഇനിയും ഇതേപോലത്തെ ഒരു സൂപ്പർ എന്ന് പറഞ്ഞാൽ എന്താ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ട് വരുന്നതായിരിക്കും. ഞാനിപ്പം മോർണിംഗ് ഒരു 2 മണി ആ ഒരു സമയത്താണ് ഇറങ്ങിയത്. ഞാനിപ്പോൾ ഇവിടെ വന്ന് എത്തിയപ്പം തന്നെ ഏതാണ്ട് ഒരു സമയമായി. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇതിൻ്റെ മേളിൽ ഒരു ക്ഷേത്രം കൂടി ഉണ്ട്, ഞാൻ അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് മേളിൽ നിന്നൊരു വ്യൂ ഉണ്ട്, ആ വ്യൂ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം അതുകൊണ്ട് ഇതാണ് 2000 വർഷങ്ങൾക്ക് ശേഷം പഴക്കമുള്ള ഒരു ഗുഹ. ഇനിയും ഗുഹകൾ കാണാം. അതേപോലെ ഇതിനകത്ത് ഈ ഒരു ഉണ്ടോ, ആ ഒരു അകത്ത് പോകുമ്പോഴത്തേക്ക് വവ്വാലിൻ്റെ ഒരു അകത്ത് പോകുമ്പോൾ തന്നെ സ്മെല്ലടിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഒരു സേഫ്റ്റി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മാസ്കും അതുപോലെ ഗ്ലൗസൊക്കെ വെച്ചിട്ട് വരുന്നതായിരിക്കും. നമ്മളെന്തെങ്കിലും അകത്തോട്ട് കയറുന്നില്ല, അതുകൊണ്ട് സേഫാണ്. അപ്പം ഇത്ര വർഷം പഴക്കം കൊത്തിയ ബെഡും എല്ലാം നമ്മളിതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. മേള ഒരു ടെമ്പിളും കൂടി ഉണ്ട്, അതുകൂടി ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതിനകത്ത് പിന്നെ ഒരു എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു വെട്ട് പോലെ കണ്ടോ, ഒരു കുത്തി ഇവിടെ പൂജയൊക്കെ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ ആരൊക്കെയോ. അപ്പോൾ അവരാരെയും നമ്മളിതിൽ കണ്ടില്ലാണ്ട് ഇവിടെ ഒരു ചൂലി ഇരിപ്പുണ്ട്. എനിക്കൊന്ന് ഇവിടെ ആരെങ്കിലും ഒന്ന് വൃത്തിയാക്കിയിട്ട് പോകുന്നവരായിരിക്കാം. നമുക്ക് അതിൻ്റെ പകുതി വരെ പോകും, അങ്ങോട്ട് പോകുന്നില്ല. നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ് വരെ, അതായത് ഈ ബെഡുണ്ടല്ലോ, ഈ ആസ്തികളുടെ 5ാമത്തെ പടി വരെ നമ്മൾ പോകുന്നുള്ളൂ. അപ്പോൾ അങ്ങോട്ടുള്ള ഒരു വീഡിയോ ആണ് എടുക്കുന്നത്. നമ്മൾ അകത്തോട്ട് പോകുന്നില്ല. അകത്തോട്ട് വരുന്നവർ ശ്രദ്ധിക്കുക, ഇത് സേഫ്റ്റി ആയിട്ട് എന്തെങ്കിലും ഇട്ടുകൊണ്ട് വരിക, അതായിരിക്കും കുറച്ചല്ല. ഞാൻ ആ ഒരു ഡിസ്റ്റൻസിൽ നിന്നിട്ട് നിങ്ങൾക്ക് അകത്തുള്ള റിവ്യൂ ഞാൻ കാണിച്ചു തരാം. മൊത്തം കിട്ടത്തില്ല. അതുപോലെ ആ ഒരു സമയങ്ങളിൽ ഇവരെന്ന് പറയുമ്പോഴത്തേക്ക് പല ചെയ്യുന്ന, അതായത് മരുന്നുകൾ തയ്യാറാക്കുന്നതിൻ്റെ ഒരു ചിത്രം പോലെ അവർ അകത്ത് വരച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിനകത്ത് കയറിയെടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അടുത്തൊരുട്ട് വരുമ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് കവർ ചെയ്യാം.
അപ്പം അതെ ഇതിനകത്ത് നിങ്ങൾക്ക് ആദ്യമേ എല്ലാത്തിനും പേര് ഇതുണ്ടോ, ഈ പേരൊക്കെ എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ. തമിഴാണ്, തമിഴിൻ്റെ 2000 വർഷം പഴക്കമുള്ളതാണ്, അതുകൊണ്ട് നമുക്കറിയത്തില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ഞാൻ എൻ്റെ അകത്തുള്ളൊരു വ്യൂ, അതായത് അഞ്ചാമത്തെ ഈ എൻഡാണ്, ഈ എൻഡിൽ നിന്നുള്ള ഞാനൊരു വ്യൂ കാണിച്ചു തരാം. ഗുഹയ്ക്കകത്തുള്ള കണ്ടോ, സത്യം കാണാൻ തന്നെ പേടിയാണ് കേട്ടോ. ഓക്കെ കണ്ടാ മേളി അവിടെ ഒരു ഇതുപോലെ വരച്ച് വെച്ചേക്കുന്നുണ്ടാ. ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ എല്ലാം കാണിച്ചു തരാം. അതും ചെറിയൊരു രീതിയിൽ നമുക്കത് കിട്ടിയ. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ വെച്ചാൽ വരെ. അപ്പം ഫസ്റ്റ് ഞാൻ കയറുന്ന സമയത്ത് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, ഒറ്റയ്ക്കാണ് എങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഇങ്ങനത്തുള്ള ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്താണ് ഓരോരോ കാര്യങ്ങൾ അറിയുന്നതും ആ ഒരു ഇതെല്ലാം മാറിക്കിട്ടുന്നത് തന്നെ. ഫസ്റ്റ് ടൈം ഒരു ചെറിയൊരു നെർവസ് ഉണ്ടായിരുന്നു. ജനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ചോദിക്കുമ്പോഴത്തേക്ക് ഇപ്പോഴും ഇവിടെ അഗസ്ത്യർ വന്നു പോകുന്നുണ്ടെന്നുള്ളൊരു സൂചനയും ഇവർക്ക് ഇന്ന് വരെ ആ ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഏരിയ മധുരയിൽ തന്നെ ഈ ഒരു മലയ്ക്ക് തൊട്ടടുത്തൊരു ഗ്രാമം പോലെ ഉണ്ട്. ആ ഗ്രാമത്തിന് ഇതൊരു സിദ്ധർ എന്നൊരു പേര് ഇട്ടാണ് ഇവർ സ്ഥലം വിളിക്കുന്നത് തന്നെ. അപ്പം നമുക്കറിയാവുന്ന ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് മേളിയും കൂടി ഒന്ന് കവർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ചെണ്ടമളം കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്കോ ആണ് കേട്ടോ ഇങ്ങനെ അടിക്കുന്നത്. അപ്പം സംസാരത്തിൽ ചെറിയ വ്യത്യാസം വല്ലതും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അതുപോലെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം കേട്ടോ. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ ചാനലിൽ ഇടുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് മേളിലോട്ടൊന്ന് പോയി നോക്കാം. അവിടെ ഗുഹ ഞാൻ ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം. അവിടെ ഈ ഒറ്റ ഗുഹയാണ്. അതുമല്ല ആ എൻഡിലൊരു ഇതും പോകുന്നുണ്ട്. ഈ ഗുഹ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരെണ്ണമല്ല കേട്ടോ, ഇതിൻ്റെ അകത്തോട്ട് കയറി നമുക്ക് ഉള്ളി വേണമെങ്കിലും പോകാമെന്ന് തോന്നുന്നു. അതേപോലെ ഇത് എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ വെള്ളം ഇങ്ങനെ ഒഴുകി അന്നത്തെ ആ ഒരു രീതിയിൽ ചെയ്ത് വെച്ചേക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ അറിയത്തില്ല. അതേപോലെ ഇവിടെ ഉണ്ടോ ഓരോരുത്തർ ഓരോരോ പേരൊക്കെ എഴുതി വെച്ചേക്കുന്നത്. ഇത് മധുരൈ എന്ന് പറഞ്ഞൊരു പേരിൻ്റെ ഇതിലാണ് ഈ ഒരു 2000 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു സിദ്ധറൊക്കെ അവർ എഴുതി വെച്ചിരിക്കുന്നത് തന്നെ. അപ്പോൾ നമുക്ക് ഇനി മേളിലോട്ടൊന്ന് പോവാം. ഇവിടെ ഒരു ഉത്സവം വേറെന്തോ ഒരു ഇത് നടക്കുന്നുണ്ട്, നമുക്ക് അത് കവർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ ആണ്ട് ഒരു പാദം നമ്മുടെ ശിവൻ്റെ ഒരു ശിവൻ്റെ അല്ല, നമ്മൾ അഗസ്ത്യൻ്റെ ഒരു പാദമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ഇതിന് മുന്നേ ഒരു ശിവൻ്റെ ഒരു പ്രതിമ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രതിമ ഇപ്പോൾ ഇല്ല. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടേ, അപ്പോൾ നമ്മൾ ആ വഴിയാണ് ഇങ്ങനെ കയറി വന്നത്. ആ വഴി കയറി വന്നിട്ട് നമുക്ക് ഈ ഒരു ഡീറ്റെയിൽ എല്ലാം പറഞ്ഞ ശേഷം നമ്മൾ തിരിച്ച് ഈ വഴി തന്നെ കേട്ടോ, ഈ വഴി തന്നെ ഇങ്ങോട്ട് പോകുന്നത്. ഇത് പറയുമ്പോഴത്തേക്ക് നമ്മൾ സൂക്ഷിച്ചങ്ങോട്ട് വേണം പോകാൻ കേട്ടോ. അപ്പം നമുക്ക് ഈ കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് കൈവരി ഇവിടുത്തെ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നല്ലൊരു ഉപകാരമാണ് നമുക്ക് ഏറ്റവും മേളിൽ കയറാൻ തന്നെ. അപ്പം സൂക്ഷിച്ചും കണ്ടും വരിക. അതിൻ്റെ ലൊക്കേഷൻ കറക്റ്റ് ഞാനത് പിൻ ചെയ്തേക്കാവേ. അപ്പം മേളിൽ നിന്ന് നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഓക്കെ, സത്യം പറഞ്ഞാൽ ഈ അകത്തേർ വന്നു പോയുള്ള ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഒരു അനുഗ്രഹം തന്നെ എന്ന് പറയാം. അത് നമ്മുടെ ചാനൽ മുഖാന്തരം നമ്മളെല്ലാവർക്കും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിലായിട്ട് നമുക്ക് കാണിച്ചു തരാവേ. ആണ്ടേ, അപ്പോൾ നമ്മൾ ഈ വരുമ്പോഴത്തേക്ക് ഇതാണ് നടപ്പാത. അതായത് ഈ കൈവരണ്ട കമ്പിയാണ് വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടെ നമ്മൾ മേളിൽ കയറിയിട്ട് വേണം നമ്മളെ മേളിലുള്ള ശിവനെ കാണാൻ. എന്തെങ്കിലും മോർണിംഗ് വന്നായിരുന്നെങ്കിൽ നമുക്ക് അകത്ത് കയറി ശിവനെ കാണാനുള്ള ഒരു ഇത് ഉണ്ടായിരുന്നേനെ. പക്ഷെ ഇപ്പോൾ നമ്മൾ വന്നപ്പം തന്നെ നല്ല സമയം എടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ലോങ് ആയിരുന്നു ഞാൻ വന്നുകൊണ്ടിരുന്നത് തന്നെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുത്താണ് വന്നത്. അതേപോലെ വരുന്ന വഴിക്ക് തന്നെ കടയിൽ ദോശയൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മല നല്ല ടാസ്ക്കാണെന്നറിയാം. എന്ന് വെച്ചാൽ നല്ല വെയിലാണ്, അതുകൊണ്ടാണ് തൊപ്പി വെള്ളം എല്ലാമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ്. മുട്ടായി സഹിതമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് കേട്ടോ എനിക്ക് ഈ ഒരു വീഡിയോ എടുക്കാൻ കഴിഞ്ഞതിൽ. അപ്പം നമ്മൾ താഴെ നിന്ന് കയറി വരുന്നൊരു വീഡിയോ ഉണ്ട്, ഞാൻ ഓൾറെഡി ഞാനത് സംസാരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ സൗണ്ട് എക്കോ അടിക്കുന്നുണ്ട്. അതായത് എൻ്റെ സൗണ്ടല്ല, ഇവിടുത്തെ
ഇവിടുത്തെ ചെണ്ടമേളമല്ലേ അതിൻ്റെ ഒരു സൗണ്ടാണ് കേട്ടോ. നമ്മളിങ്ങനെ കുറച്ചും കൂടി മേളിൽ വന്നിട്ടുണ്ട്. അതേപോലെ ഇവിടെ തന്നെ മതിലിനകത്ത് നമ്മുടെ ശിവൻ്റെ ഏറ്റവും പ്രിയനായ നന്ദിയുടെ ഒരു ശില്പം ഏതാണ്ടൊരു 20-30 അടി ഉണ്ടെന്നാണ്. പക്ഷെ അത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഈ വരുന്ന വഴികളുണ്ടോ, ഇത്രയും ടാസ്ക്കാണ്. ഇത്രയും കയറി വന്നിട്ട് വേണം നമ്മളൊരു വീഡിയോ എടുക്കാൻ. സത്യം പറഞ്ഞാൽ എനിക്കെന്തോ ഒരു ഭാഗ്യമുണ്ട്. അതും ഈ സന്യാസികളുടെ ഈ ഒരു സ്ഥലമൊക്കെ വന്ന് കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ. അവിടെ ഇവിടെ അമ്പലത്തിലൊരു പോറ്റിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ശിവനെ കാണാനുള്ള ആ ഒരു ലക്ക് ഉണ്ട് എന്ന് തന്നെ ആണെങ്കിൽ പറയാം. നമ്മൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ആരന്മാർക്കുണ്ടല്ലോ, ഈ ആരന്മാർക്കും കൂടി നോക്കണം കേട്ടോ. ഞാൻ വിചാരിച്ച് കാണത്തില്ലെന്നാണ്. കണ്ടോ, സത്യം പറഞ്ഞാൽ ഭാഗ്യമുണ്ട്. തൊട്ട് ബാക്കിലോട്ടോ ആ ഒരു സ്റ്റെപ്പ് വരുന്നത്. ഞാൻ അത് വിട്ടിട്ടാണ് ഇങ്ങനെ കയറി വന്നേക്കുന്നത്. അങ്ങനെ നമുക്ക് ഏറ്റവും നല്ല ഭാഗ്യമുണ്ട് കേട്ടോ. സാധാരണ ഈ ഇവിടെ വരുമ്പോഴത്തേക്ക് ഉച്ചയ്ക്കൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചേക്കുന്നതാണ്, നട അടച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വന്ന സമയങ്ങളിൽ നമ്മൾ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു തരുമ്പം രാവിലെ മുതൽ രാത്രി 9 മണി വരെ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്നാലും സാധാരണ നമുക്ക് അതിൻ്റെ ഒരു ലക്ക് കിട്ടിയെന്ന് തരണം. ഇത്രയും ദൂരം വന്നിട്ട് ശിവൻ്റെ ഒരു ദർശനം കിട്ടിയില്ലെങ്കിലോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ നന്ദിയുടെ വാഹനമാണ്. അത് കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്ത് ഇടത്തെ സൈഡിൽ ഗണപതിയും വലത്തെ സൈഡിൽ മുരുകനുമാണ്. പിന്നെ നേരെ നമ്മുടെ ശിവനും. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തപ്പം പെർമിഷൻ ചോദിച്ചിട്ടാണ് എടുത്തത് തന്നെ, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പം നമ്മളെ ചാനൽ മുഖാന്തരം നിങ്ങൾക്ക് ശിവൻ്റെ ദർശനവും കിട്ടിയിട്ടുണ്ട്. ഉണ്മയിലെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക മച്ചാൻ വരെ. അപ്പം ഫസ്റ്റ് ഞാൻ കയറുന്ന സമയത്ത് ഒറ്റയ്ക്കാണ്, എങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഇങ്ങനത്തുള്ള ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്താണ് ഓരോരോ കാര്യങ്ങൾ അറിയുന്നതും ആ ഒരു ഇതെല്ലാം മാറിക്കിട്ടുന്നത് തന്നെ. ഫസ്റ്റ് ടൈം ഒരു ചെറിയൊരു നെർവസ് ഉണ്ടായിരുന്നു. പക്ഷേ മേളിൽ കയറി വന്ന് ശിവനെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല സത്യമായിട്ടും. അപ്പം അവിടെ പോയിട്ടുണ്ടായിരുന്നു. പോയിട്ടെടുത്ത് വെച്ചപ്പോൾ 9 മണി വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. സാധാരണ ചിലർ വന്ന് വരുമ്പോഴത്തേക്ക് അവിടെ ക്ലോസ് ചെയ്ത് വെച്ചേക്കും. അങ്ങനെ ഇത്ര ദൂരം വന്നിട്ട് ശിവനെ കാണാൻ പറ്റത്തില്ല മേളിൽ കയറി. അപ്പോൾ നമുക്കൊരു ആ ഒരു ഭാഗ്യം കിട്ടി. അതുപോലെ നമ്മളെ ചാനലിലുള്ള, അതായത് നമ്മളെ ചാനൽ കാണുന്ന എല്ലാവർക്കും ഈ ഒരു ഭാഗ്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ ഞാനിപ്പോൾ കറക്റ്റ് കണ്ട ഇതിൻ്റെ അടിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇതിനകത്ത് തന്നെ. അപ്പോൾ ഇതിനകത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുണ്ട് ഈ മുട്ട് കുത്തിയിട്ടുള്ള അതിനകത്ത് കയറാൻ നല്ല ഈ ഒരു ഹൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ തല ഉറപ്പായിട്ട് ഇടിക്കും. അപ്പം അവിടെ നമ്മൾ അകത്തോട്ട് വരികയാണെങ്കിലും ശരി പുറത്തോട്ട് വരികയാണെങ്കിലും ശരി ആ ഒരു ഡിസ്റ്റൻസിൽ ബോൾ മേളി പൊങ്ങുകയാണെന്നുണ്ടെങ്കിൽ തല ഇടിക്കും. അപ്പോൾ നമ്മൾ ബാഗ് എടുത്തിട്ട് നമ്മളിതാ പോവുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ഉടൻ തന്നെ വരുന്ന മച്ചവരെ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്നതെല്ലാം ഞാൻ ഇടുന്നതാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇടുന്നത് തന്നെ. വളരെ വളരെ സന്തോഷമുണ്ട്. അതുപോലെ ശിവൻ്റെ ഒരു ദർശനം കാണാൻ കഴിഞ്ഞതിൽ അതിനെ കാട്ടിയുള്ളൊരു സന്തോഷമാണ് കേട്ടോ. അപ്പം ബൈ. കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. பின்னாடி ஸ்டெப் இருக்கு, அந்த வழியா. அல்ல, அந்த செப்பல் போடலாம், நல்லது. நானும் செப்பல் தான் போட்டு வந்தேன். பின்னாடி ஸ்டெப் இருக்கு, அது அந்த அப்படியே ஏறி வரலாம். பரவாயில்ல. நான் இங்கே மேலே வந்ததுக்கப்புறம் கழட்டி தான் அங்கே மேலே ஏறினது. அப்படியா, அது பிரச்சனை, பரவாயில்ல. இங்கே பின்னாடி இந்த சைடில் ஸ்டெப் இருக்குது, அந்த வழியாக ஏறி வரலாம். நான் லொக்கேஷன் பார்த்து கரெக்டாக இந்த வழியாக வந்துட்டேன். அதுக்கப்புறம் இந்த மேலே தான் ஏறி வந்தேன்.
சரி சரி பார்த்து ப்ரோ. கம்பி பிடிக்கிற மாதிரி தான் இல்லை, ஒரு சைடு இல்லை. ஆமாம் இல்லை, அது பார்த்து இறங்கணும். சரி சரி. எந்த ஊருண்ணே? மஞ்சளாயம்பட்டி. சரி ஓகே போட்டா. போயிட்டு பார்த்து போங்க. பக்கமான கோயில் இன்னும் போகணுமா? இன்னும் வந்து ஏறணும், ஏத்தந்தே அவ்வளோதான். அது பைக் உங்க தான்? ஆமாம். யாரும் தான் நினச்சி என்ன சத்தம் போட்டோம் தெரியாம தான். இறங்குறது ஈஸியாண்ணே? இறங்குறது ஈஸி, இறங்குறதுக்கு பரவாயில்ல, ஏத்தந்தே. சரிம்மா பார்த்தோங்க. சரி சரிண்ணே. കണ്ട ഇപ്പോൾ ഒരു ഫാമിലി ഉണ്ടാവും കേട്ടോ വന്നത്. അപ്പോൾ അവർ പറഞ്ഞത് ശ്രദ്ധിച്ചൊക്കെ വരിക എന്നുള്ളത്. അതുപോലെ കുരങ്ങിൻ്റെ ശല്യമുണ്ട്. അപ്പോൾ അതുപോലെ ഒരു കമ്പ് കൈ കരുതി വെക്കാൻ പറഞ്ഞു. ആ കമ്പൊന്നും കൈ കരുതി വെച്ചില്ല. അതേപോലെ ഹെൽമെറ്റും വണ്ടി വെച്ചില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ട് കേട്ടോ കുരങ്ങ്. അപ്പം ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മൊത്തം കുളമാവും. ഏറ്റവും കണ്ണാടി എവിടെ, ഹെൽമെറ്റ് എവിടെ എന്നുള്ളതൊക്കെ ആയിപ്പോവും. അതുകൊണ്ട് പിന്നെ നമ്മൾ എടുത്തുകൊണ്ട് വന്നത് ഉണ്ട്. ഇപ്പോൾ കറക്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ 11 മണിയാകാൻ പോകുന്നു. ഇവിടെയും കുരങ്ങളുണ്ടല്ലോ. അപ്പം നമ്മൾ മേളിൽ വരുന്നൊരു കമ്പ് കൈ കരുതി വെക്കുക, അതേ ഉള്ളു, വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഫുഡ് കാര്യങ്ങളൊന്നും കൊടുക്കാതിരിക്കുക, അത്രയും നല്ലതാണ്. ഫുഡ് കൊടുക്കുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കയറി വരും, ഏറ്റവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവും. അതുകൊണ്ടാണ് ഫുഡ് മാക്സിമം കൊടുക്കാതിരിക്കുക. ഇതേ സ്റ്റെപ്പിൽ തന്നെ വീണ്ടും നിങ്ങൾ ഇറങ്ങണം. അതുപോലെ ഒരു സൈഡ് അവിടെ ഏതോ ഒരു സൈഡ് കമ്പിയില്ല കേട്ടോ, അത് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളിപ്പം പോയ ആ ഫാമിലിയിൽ അണ്ണനും പറഞ്ഞ് ജസ്റ്റ് ശ്രദ്ധിച്ചു വേണം പോകാൻ തന്നെ. ശ്രദ്ധിച്ചും നോക്കിയും കണ്ടു വരിക. അപ്പം ശിവനെ കാണാനുള്ള ദർശനം എനിക്ക് കിട്ടി. അപ്പം ഇപ്പോൾ ഒരു ഫാമിലി പോയി, അവർക്കും കിട്ടുന്നുണ്ട്. അപ്പം ഇതുമൂലം നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും ആ ഒരു ദർശനം കിട്ടട്ടെ എന്ന്, നല്ല തന്നെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം ഓക്കെ, അപ്പോൾ ഞാനൊരു ഇറങ്ങുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇറങ്ങിയ സമയത്താണ് ഒരു ഫാമിലി അവർ കണ്ടത്. ഒരു 11 മണിയാവാറായി. 11 മണി ആ സമയത്താണ് ഇവരിപ്പം കയറി വരുന്നത് തന്നെ. അപ്പം വരുന്നവർ കുറച്ചുകൂടി നേരത്തെ കയറി വരാൻ നോക്കുക. ഞാൻ സേഫ്റ്റി ആയിട്ട് വെള്ളം എടുത്ത് തൊപ്പിയെടുത്ത്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ നല്ലപോലെ അണച്ചേനെ. ഈ കമ്പിയൊക്കെ പഴുത്ത് കേട്ടോ, കമ്പി. അപ്പോൾ ഓക്കെ, നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കൊണ്ടുതന്നെ വരുന്നതാണ്. ബൈ ബൈ.